ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ആൻസർ കീ വന്നു. 17-ാം തീയതി നമ്മുടെ റിസൾട്ട് വരും എന്നുള്ളതും NDA അറിയിച്ചിട്ടുണ്ട്. NDAയുടെ ഭാഗത്തു നിന്ന് ഇത്തവണ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് നടന്നിരിക്കുന്നത്. പരീക്ഷാ ഹാളിൽ നമുക്ക് ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ടൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ പ്രോപ്പർ ആയിരുന്നു. പറഞ്ഞതിലും നേരത്തെ NDA കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയുടെ റിസൾട്ട് 17-ാം തീയതി തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2024 ജൂൺ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ നമ്മൾ നൽകുകയാണ്. പരീക്ഷയെ മനസ്സിലാക്കി NDAയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കിയിട്ടാണ് വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് ഈ ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത്. 2024 ജൂൺ എക്സാം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കണ്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഈ ഒരു കാര്യം നിങ്ങളുടെ പഠനത്തിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കും. പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം എന്ന് നിങ്ങൾ സംശയിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തുടർന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, എത്രത്തോളം സമയം നമുക്കായിട്ടുണ്ട്, അതിൽ നമ്മൾ എത്ര സമയം വെറുതെ ചെലവഴിക്കുന്നുണ്ട്, നമ്മൾ എത്ര സമയം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കഴിഞ്ഞ് പഠിക്കാനായിട്ട് നമുക്ക് എത്ര സമയം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു സ്വയം വിശകലനം, ഒരു സെൽഫ് അനാലിസിസ് ആദ്യമേ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ നൽകാൻ പോകുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ്. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ സമയത്തെയാണ് ടേബിൾ ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ സിലബസിനെ സമയത്തിലേക്ക് കൊണ്ടുവരികയല്ല. സമയത്തിനെ, നമുക്ക് ഉള്ള സമയത്തിനെ നമ്മളുടെ പഠനത്തിലേക്കും നമ്മുടെ സിലബസിലേക്കും കൊണ്ടുവരുന്ന ഒരു റിവൈസ് ഓർഡറിലുള്ള ഒരു ടൈം ടേബിൾ ആണ് നൽകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പഠിക്കാനായിട്ട് എത്ര സമയം നമ്മുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കറിയാം, ഈ ഒരു പരീക്ഷ എഴുതുന്നത് PG ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നവരാകാം, കംപ്ലീറ്റ് ചെയ്തവരാകാം, അതുപോലെ തന്നെ 1-2 തവണ പരീക്ഷ എഴുതി നെറ്റ് ലഭിക്കാത്തവരാകാം, ഇനി നെറ്റ് ലഭിച്ചു കഴിഞ്ഞിട്ട് JRFനായിട്ട് എഴുതുന്നവരാകാം, ജോലിക്കൊക്കെ പോയിട്ട് പഠിച്ച് എഴുതുന്നവരാവാം. അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് നമ്മുടെ UGC നെറ്റ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന സമയവും ഓരോരുത്തരുടേതായ പഠന രീതികളും വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളെ മനസ്സിലാക്കി നമുക്ക് ലഭിക്കുന്ന സമയത്തിനെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മൾ നമ്മുടെ പഠനത്തിനായിട്ട് ഉപയോഗിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തതിന് ശേഷം പഠനത്തിലേക്ക് ഇറങ്ങുക. 2024 ജൂൺ എക്സാം കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും എനിക്ക് നെറ്റും JRFും ലഭിക്കും എന്നുള്ള ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുക. എന്നതിന് ശേഷം പഠനത്തിലേക്ക് ഇറങ്ങുക. അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് സ്വയം വിശകലനം ചെയ്ത് പഠിക്കാനായിട്ട് നമ്മുടെ മുമ്പിലുള്ള സമയം നമ്മൾ മനസ്സിലാക്കുക. നമ്മളിവിടെ റിവൈസ് ഓർഡറിലുള്ള ഒരു ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് നൽകുന്നത്. നമ്മുടെ സിലബസിനെ ഒരു ടേബിളിലേക്കോ അല്ലെങ്കിൽ ഒരു ഇന്നേ സമയത്ത് പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ ആർക്കും പറ്റും. എന്നാൽ നമ്മുടെ സമയത്തിനെ നമ്മുടെ സിലബസിനനുസരിച്ച് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്ത് പഠിച്ചാൽ, അങ്ങനെ ഒരു സ്മാർട്ടായിട്ടുള്ള സ്റ്റഡി നമ്മൾ പിന്തുടർന്നാൽ മാത്രമേ നമുക്ക് നെറ്റ് നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ തുടർച്ചയായിട്ട് ഒരേ ട്രാക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, നമ്മൾ പഠിക്കുന്നു, ആ സമയത്ത് പഠിക്കാൻ സാധിക്കുന്നില്ല, അത് മാറ്റിവെക്കുന്നു, അടുത്ത പരീക്ഷയ്ക്ക് നോക്കാമെന്ന് തീരുമാനിക്കുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നമുക്ക് ട്രാക്ക് മാറ്റി പിടിക്കാം. നമ്മുടെ സമയത്തിനെ, അല്ലെങ്കിൽ നമുക്കുള്ള സമയത്തിനെ നമ്മൾ പഠനത്തിനായിട്ട് വിനിയോഗിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് കടക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സിലബസിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. സിലബസ് നമുക്കറിയാം, നമ്മുടെ ജനറൽ പേപ്പറിൻ്റെയും അതുപോലെ തന്നെ മെയിൻ സബ്ജക്റ്റിൻ്റെയും
പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ സിലബസ് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് പരീക്ഷാ രീതികളും ചോദ്യങ്ങളെ പറ്റിയും വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സിലബസിലേക്ക് വന്നിരിക്കുന്ന മൂന്നാമതൊരു പാർട്ടാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ജനറൽ പേപ്പറിൽ 5 ചോദ്യങ്ങൾ അടങ്ങിയ 10 മാർക്കിനുള്ള ഒരു പാർട്ട് മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അതിന് പുറമെ മെയിൻ സബ്ജക്റ്റിൽ സിലബസിൽ അങ്ങനെ ഒരു കാര്യം തന്നിട്ടില്ല. ഇപ്പൊ എല്ലാ മെയിനിലും 20 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ കാര്യം പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ സിലബസിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ ജനറൽ പേപ്പറിലെ 10 ടോപ്പിക്ക്, മെയിൻ സബ്ജക്റ്റിലെ 10 ടോപ്പിക്ക്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഈ 3 കാര്യം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന മാർക്കുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനറൽ പേപ്പറിൽ നമുക്കറിയാം 10 യൂണിറ്റുകളാണ് വരുന്നത്, 50 ചോദ്യങ്ങൾ. അതിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ 10 മാർക്കിനുള്ളത് പോയി കഴിഞ്ഞാൽ 90 മാർക്കിനുള്ള ചോദ്യങ്ങൾ ജനറൽ പേപ്പറിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ മെയിൻ സബ്ജക്റ്റിൽ 10 യൂണിറ്റ് 100 ചോദ്യങ്ങൾ, അതിൽ 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ പോയി കഴിഞ്ഞാൽ 150 മാർക്കിനുള്ള ചോദ്യങ്ങൾ മെയിൻ പേപ്പറിൽ വരുന്നുണ്ട്. അങ്ങനെ 270 + 30 300 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് JRF-ൻ്റെത് 1%, നെറ്റിൻ്റെത് 6%. എന്നാൽ ഇവിടെ നമുക്ക് ജനറൽ കാറ്റഗറി 40% മാർക്ക്, OBC 35% മാർക്ക് വേണമെന്ന് പറയുന്നത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. 300-ൽ 120 മാർക്ക് ജനറൽ കാറ്റഗറി ലഭിച്ചാൽ മാത്രമേ നമ്മളെ ഈ 6%ത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ 120 മാർക്ക് മിനിമം ലഭിച്ച് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന 6% പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത്. ഇതിൽ ഇന്ത്യയൊട്ടാകെ പരീക്ഷ ചെയ്തവരെ പരിഗണിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് OBC-ന്റെ കാര്യം വരുന്നത്. 300-ൽ 105 മാർക്ക് നേടിയവരിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന 6% പേരെ നെറ്റിലേക്കും അതുപോലെ തന്നെ 1% JRF-ലേക്കും പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ ഈ 105 മാർക്ക് എന്ന് പറയുന്നത് മിനിമം നമുക്ക് ലഭിച്ചിരിക്കണം. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പലർക്കും ഉള്ളൊരു സംശയമാണ്, അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടൈം ടേബിളിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് 3 രീതിയിലാണ് പഠനം മുന്നോട്ടേ കൊണ്ടുപോകേണ്ടത്. ജനറൽ പേപ്പർ, മെയിൻ സബ്ജക്റ്റ്, അടുത്തത് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഈ 3 കാര്യങ്ങളും നമ്മൾ നമ്മളുടെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സമയത്തെ നമ്മൾ മനസ്സിലാക്കുക, അതിനുശേഷം നമുക്കുള്ള സമയത്തിനെ നമ്മൾ നമ്മളുടെ പഠനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിത്തരുന്ന റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെയാണ്. അപ്പോൾ ബ്രീഫായിട്ട് നമുക്ക് പറയാം ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ഗൂഗിളിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ എന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളുടെയും എഡിറ്റോറിയൽ നമുക്ക് ലഭിക്കും. അത് നമുക്ക് വായിക്കാം, കോപ്പി ചെയ്ത് നമുക്ക് PDF-ലേക്ക് കൺവേർട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളത് ഡെയിലി വായിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ പരീക്ഷയിലേക്ക് ഇനി 130 ദിവസങ്ങളാണുള്ളത്. ഈ 130 ദിവസങ്ങളും നിങ്ങൾ അതിനായിട്ട് സമയം കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ ഈ കാര്യം വായിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ടൈം ടേബിളിലേക്ക് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന ഭാഗമായ റീഡിംഗ് കോംപ്രിഹെൻഷൻ പഠിക്കാനായിട്ട്, പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ വായിക്കുക. അതിനായിട്ട് നിങ്ങൾ ഡെയിലി സമയം കണ്ടെത്തുക. രണ്ടാമതായിട്ട് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതും നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടതാണ്. നമ്മുടെ പരീക്ഷ വരെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇനി മുതൽ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. അതിനായിട്ടുള്ള ലിങ്കുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സാപ്പ് ചാനലിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അടുത്ത തവണ നെറ്റ് ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ആ കാര്യം ഉറപ്പിച്ച് പഠിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യണം. ഡെയിലി
ഈ രണ്ട് കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യാം. ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. PYQ പ്രാക്ടീസ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ നൽകുന്നതായിരിക്കും. നമുക്കറിയാം, നമുക്ക് ഓരോ പരീക്ഷയിലും ഏകദേശം 100-ൽ കൂടുതൽ ജനറൽ പേപ്പറിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ ചോദ്യങ്ങളിൽ 100 ചോദ്യങ്ങൾ നമുക്ക് റീഡിംഗ് കോമ്പ്രഹൻഷന് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും. ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എഴുതേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 100-ൽ കൂടുതൽ ചോദ്യങ്ങൾ നമുക്കുണ്ടാവും. എന്നാൽ നമ്മുടെ മെയിൻ പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ള കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം കാണാൻ സാധിക്കും. ആ ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഉൾക്കൊള്ളിക്കാം. നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ഇതിനായിട്ട് മാറ്റിവെക്കാം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം, സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലാകുന്നില്ല, ഒരു രീതിയിലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പലരും പറയാറുണ്ട്. നമ്മൾ ആദ്യത്തെ 10 ദിവസം വളരെ കൂടുതൽ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും ഈ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ. നമ്മളൊരു 15 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഒരു പരിധി വരെ നമുക്ക് മനസ്സിലായി തുടങ്ങും. ഒരു 20 ദിവസം ആകുമ്പോഴേക്കും പിന്നീട് വായിക്കുന്ന എല്ലാ എഡിറ്റോറിയലും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു 20 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും വളരെ കൃത്യമായിട്ട് 21ാമത്തെ ദിവസം ഒറ്റ വായനയിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ രണ്ടാമതായിട്ടാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ. അത് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ 30 മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ പേപ്പർ മെയിൻ സബ്ജക്ട്, അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ജനറൽ പേപ്പറിലായാലും മെയിൻ സബ്ജക്റ്റിലായാലും 10 ടോപ്പിക്കുകളാണ് നമുക്കുള്ളത്. ടോട്ടൽ നമ്മൾ 20 ടോപ്പിക്കുകൾ പഠിക്കണം. എന്നാൽ ഇവിടെ 200 മാർക്കും ഇവിടെ നമുക്ക് 100 മാർക്കിനുള്ളതുമാണ് ഉള്ളത്. ഓക്കെ. നമ്മുടെ ജനറൽ പേപ്പറിലെയും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സബ്ജക്റ്റിലെയും ഡിഫിക്കൽട്ടി ലെവൽ നമ്മൾ മനസ്സിലാക്കുക. അതിനനുസൃതമായിട്ടാണ് നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ അതിൽ നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, മോഡറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇതിനെ വേർതിരിച്ചെടുക്കുക, ആ രീതിയിൽ ടൈം ടേബിൾ തയ്യാറാക്കുക. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് ഒരു സമയബന്ധിതമായി നമുക്ക് നമ്മുടെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പഠന രീതി മുന്നോട്ടേക്ക് വെക്കുക. എന്ന് കരുതി ജനറൽ പേപ്പർ പഠിക്കണ്ട എന്നുള്ളതല്ല. ജനറൽ പേപ്പർ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പഠിച്ചു പോകാൻ സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരും വീഡിയോയിലൊക്കെ തന്നെ ചർച്ച ചെയ്യാം. ജനറൽ പേപ്പർ എങ്ങനെ പഠിക്കണം, അതെല്ലാവരും പഠിക്കേണ്ടതാണ്. അത് ഏത് രീതിയിൽ പഠിക്കണം, എന്താണ് അതിന്റെ സ്ട്രാറ്റജി, എങ്ങനെ നിങ്ങൾക്ക് മെയിൻ വിഷയത്തോടൊപ്പം അതിന്റെ പഠനം കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് വളരെ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. കാരണം നമുക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ പഠിച്ചാൽ വേഗം മനസ്സിലാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനുവരിയിൽ നമ്മളത് പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ജനുവരിയിൽ നമ്മളത് പഠിക്കാൻ തീരുമാനിക്കുന്നു, നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുന്നു. നമ്മളൊരു 25 ദിവസം കൊണ്ടൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഈസി ടോപ്പിക്കുകൾ പൂർത്തിയാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സിലബസ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു 70% നമുക്ക് ഈസി ആയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും. അപ്പൊ മേജറായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ ഇവിടെയാണ് വരുന്നത്. ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കോൺഫിഡന്റ് ലെവൽ വളരെ വലുതാണ്. കാരണം നമ്മൾ സിലബസ് അതേ പാറ്റേണിൽ പഠിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ യൂണിറ്റ് നമുക്ക് ഈസി ആയിരിക്കാം, രണ്ടാമത്തെ യൂണിറ്റ് ടഫ് ആയിരിക്കാം, മൂന്നാമത്തെ യൂണിറ്റ് ഒരു മോഡറേറ്റ് ലെവൽ ആയിരിക്കാം, വീണ്ടും നമുക്കൊരു ഈസി യൂണിറ്റ് വന്നേക്കാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ സമയം കൂടുതൽ വേണ്ടി വരും, ഇവിടെ അതിലും കൂടുതൽ സമയം വേണ്ടി വരും. അപ്പൊ പഠിച്ചു പോകാനായിട്ട് കൂടുതൽ സമയം നമ്മൾ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിലബസ് എടുത്തു കഴിഞ്ഞ് അതിന്റെ 70% ടോപ്പിക്കുകൾ നമ്മൾ വളരെ വേഗത്തിൽ പഠിക്കുമ്പോൾ ബാക്കി കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് കോൺഫിഡന്റോട് കൂടി നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മോഡറേറ്റ് ലെവലിനെ നമ്മൾ മനസ്സിലാക്കി അത് പഠിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നു. വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ അതിലുണ്ടാവൂ. ഹാർഡായിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2, പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരീക്ഷയ്ക്ക് അടുപ്പിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ഒരു ജൂണിലൊക്കെ പരീക്ഷയാണെങ്കിൽ നമ്മളൊരു ഏപ്രിൽ മാസത്തിലൊക്കെ ആ കാര്യം പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ പരീക്ഷ ഡേറ്റ് വരെ ആ ഒരു കാര്യം നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. പിന്നീട് നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്തും
കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയിൽ അതുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി ഏത് രീതിയിലാണ് നമ്മുടെ പഠനം ഒരു ഹാർഡ് വർക്കിൽ നിന്നും ഒരു സ്മാർട്ട് വർക്കിലേക്ക് മാറ്റേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ടൈം ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പഠിച്ചു വരുന്ന കാര്യം നമ്മുടെ ജനറൽ പേപ്പർ ആയാലും മെയിൻ പേപ്പർ ആയാലും ഒരു 70% എന്തായാലും നമുക്ക് ഈസി ടോപ്പിക്കുകളായിരിക്കും. അപ്പം മേജർ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് പഠിക്കുന്നു. പിന്നീടുള്ള കാര്യങ്ങൾ സമയം കൊടുത്തുകൊണ്ട് അതിനനുസൃതമായ രീതിയിൽ പഠിക്കുന്നു എന്നുള്ളതാണ്. അവസാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് PYQ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. UGC നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 കാര്യങ്ങൾ കാരണം പ്രധാനമായും നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒന്ന് ചോദ്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ പരീക്ഷാ ഹാളിലെ സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ആ ഏരിയക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക എന്നുള്ളതിനും കൂടിയാണ്. അപ്പൊ നമ്മൾ ഓരോ യൂണിറ്റ് പഠിക്കുന്തോറും ആ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൂടെ പഠനത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈസി ടോപ്പിക്കുകളാണ് പഠിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആവശ്യം വേണ്ടി വരില്ല. കാരണം ഈസി ടോപ്പിക്കുകളിൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു നോളജ് നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് ഒരു മോഡറേറ്റ് ലെവലിലുള്ളതും ഹാർഡ് ലെവലിലുള്ളതുമായ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്തരം ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മൾ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു റിവേഴ്സ് ഓർഡറിലുള്ള ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. സമയം നിങ്ങളുടേതാണ്. അതിനനുസരിച്ച് സിലബസിനെ മാറ്റുക, പഠിക്കുക. സിലബസിനെ നമ്മൾ ഒരു ടൈം ടേബിളിലേക്ക് മാറ്റുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പഠനം തുടങ്ങേണ്ടി വരും, തുടരേണ്ടി വരും. നമ്മുടെ സമയത്തിലേക്ക് സിലബസിനെ മാറ്റുമ്പോൾ നമുക്ക് ഏത് സമയത്തും പഠിക്കാം. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, സ്മാർട്ടായിട്ടുള്ള ഒരു സ്റ്റഡിയിലേക്ക് മാറുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.